ഈ മനുഷ്യൻ അടുത്തുള്ള ഒരു ഇരുമ്പ് കമ്പിയിൽ പിടിച്ചു. പക്ഷേ അത് പെട്ടെന്ന് തകരുകയും അയാൾ നേരെ താഴേക്ക് വീഴുകയും ചെയ്തു. തൊട്ടു താഴെ ഉണ്ടായിരുന്നത് ഉണ്ടകൾ നിർമ്മിക്കുന്ന ഒരു ഫർണസ് ആയിരുന്നു. സഹായത്തിനായി ഒന്ന് നിലവിളിക്കാൻ പോലും സമയം കിട്ടുന്നതിനു മുൻപേ അയാളുടെ ശരീരം പതുക്കെ ഉരുകിത്തീർന്നു. നൂറുകണക്കിന് യന്ത്രങ്ങളിലൂടെ കടന്നുപോയ ശേഷം അയാളുടെ ശരീരം വെടിയുണ്ടകളായി മാറി. അയാളുടെ മരണത്തിൽ ആദരവ് പ്രകടിപ്പിക്കാൻ ആയിരക്കണക്കിന് ഫാക്ടറി തൊഴിലാളികൾ തെരുവിലിറങ്ങി. അവർ ഓരോരുത്തരും വ്യത്യസ്ത തരം തോക്കുകളുമായി വന്നു. 90 വയസ്സുള്ള ഒരു മുത്തശ്ശി പോലും മാറി നിൽക്കാൻ തയ്യാറായില്ല. എല്ലാവരും ഒരേ സമയം തങ്ങളുടെ ആയുധങ്ങൾ ഉയർത്തി ആ പ്രത്യേക വെടിയുണ്ടകൾ ആകാശത്തേക്ക് ഉതിർത്തു. ഓരോ മാഗസിനും ശൂന്യമാകുന്നതുവരെ അവർ വെടിവെച്ചുകൊണ്ടിരുന്നു. അത് അവസാനിച്ചപ്പോൾ എല്ലാവരും ശാന്തരായി ഫാക്ടറിയിലേക്ക് മടങ്ങി. ആ നിമിഷം റോഡിൽ നിന്നിരുന്ന ഒരാൾ എല്ലാം കണ്ട് ആശയക്കുഴപ്പത്തിലായി. പെട്ടെന്നൊരു വൃദ്ധൻ അയാളോട് ഉടൻ തന്നെ കാറിനുള്ളിൽ ഒളിക്കാൻ മുന്നറിയിപ്പ് നൽകി. എന്തിനാണെന്ന് ആ മനുഷ്യന് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം അത് കേട്ട് ഉടൻ കാറിനുള്ളിലേക്ക് ചാടിക്കയറി. നിമിഷങ്ങൾക്കകം ആകാശത്തേക്ക് തൊടുത്തുവിട്ട ആയിരക്കണക്കിന് വെടിയുണ്ടകൾ താഴേക്ക് പതിക്കാൻ തുടങ്ങി. ആലപ്പഴം വീഴുന്നതുപോലെ വെടിയുണ്ടകൾ ആ മനുഷ്യന്റെ കാറിന് മുകളിൽ പതിച്ചു. അയാൾ ഭയന്നുപോയി. പക്ഷേ ഭാഗ്യത്തിന് കൃത്യസമയത്ത് ഒളിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോഴാണ് അയാൾ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അയാൾക്ക് മുന്നറിയിപ്പ് നൽകിയ വൃദ്ധൻ തന്റെ സുഹൃത്തിനോട് തെരുവിൽ വെച്ച് സാധാരണ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെടിയുണ്ടകൾ എല്ലായിടത്തും വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അവ എങ്ങനെയോ ആ രണ്ടുപേരെയും തൊടാതെ ഒഴിഞ്ഞുമാറിപ്പോയിക്കൊണ്ടിരുന്നു.